നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ ജിനു. ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് കൊട്ടാരക്കരയ്ക്ക് സമീപമുള്ള മീൻപിടിപ്പാറ എന്നൊരു ചെറിയ ടൂറിസം സ്ഥലമാണ്. മീൻപിടിപ്പാറ ഇവിടുത്തെ വിശേഷങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവെക്കാം. മീൻപിടിപ്പാറ കൊട്ടാരക്കരയ്ക്ക് സമീപം തന്നെയാണ്. കൂടുതൽ വിവരങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഇത് കൊട്ടാരക്കരയ്ക്ക് സമീപം തന്നെയാണ്. നമ്മൾ കൊട്ടാരക്കര ജംഗ്ഷനിൽ നിന്ന് കൊട്ടാരക്കര ട്രാഫിക് ജംഗ്ഷൻ ഉണ്ട്, നാലും കൂടുന്ന ട്രാഫിക് ജംഗ്ഷൻ. ആ ട്രാഫിക് ജംഗ്ഷനിൽ നിന്നും പുനലൂർക്ക് പോകുന്ന റോഡ് നമ്മൾ ഒരു 100 മീറ്റർ മുമ്പോട്ട് വന്നു കഴിയുമ്പോൾ വലത്തോട്ട് ഒരു ആർച്ച് കാണാം, ഒരു വഴിയുണ്ട്. സെൻറ്റ് ഗ്രിഗോറിയോസ് കോളേജിൻ്റെ ഒരു ആർച്ചാണ് കാണുന്നത്. ആ വഴി മുമ്പോട്ട് കയറി വന്നു കഴിയുമ്പോൾ ലെഫ്റ്റിലേക്ക് ഒരു വഴി കാണാം. ആ ലെഫ്റ്റിലേക്ക് ആദ്യം കാണുന്നതല്ല, രണ്ടാമത്തെ വഴി കൂടെ കയറണം. രണ്ട് വഴി അടുപ്പിച്ച് തന്നെയാണ് ലെഫ്റ്റിലേക്കുള്ള വഴി. അവിടെ ഫ്ലെക്സിൽ ഒരു ബോർഡ് ഇപ്പോൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ് എടുത്തു പറയുന്നത്. അപ്പോൾ ഫ്ലെക്സ് അവിടെ കണ്ടില്ലെങ്കിലും ആദ്യം ഒരു ശാന്തിനഗർ കോളനിയുടെ വഴി കാണും. ആ വഴിയെ തിരിയാതെ അതിന് തൊട്ടടുത്ത് തന്നെ ലെഫ്റ്റിലേക്കുള്ള വഴിയെ തിരിയുക. ആ വഴി മുകളിലോട്ട് കയറി കഴിയുമ്പോൾ കോളേജും സ്കൂളും എല്ലാം കഴിഞ്ഞതിന് ശേഷം വലത്തോട്ട് ഒരു വഴിയുണ്ട്. അവിടെ ആർച്ചും കാര്യങ്ങളും ഉണ്ട്. ആ വഴി നേരെ മുമ്പോട്ട് പോയി കഴിയുമ്പോൾ ഒരു റബ്ബർ തോട്ടത്തിൽ കൂടെ കടന്ന് നമ്മൾ നേരെ മീൻപിടിപ്പാറയിൽ എത്തിച്ചേരും. മീൻപിടിപ്പാറയിൽ എത്തിച്ചേരുമ്പോൾ വല സൈഡിൽ പേ ആൻഡ് പാർക്കും കാര്യങ്ങളും ഉണ്ട്. നേരെ അവിടെ എത്തിച്ചേരുമ്പോഴും അവിടെയും വാഹനങ്ങൾ ഇടാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇടത്ത് സൈഡിലായിട്ട് റബ്ബർ തോട്ടത്തിൽ അവർ പാർക്കിംഗ് ഒക്കെ അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ വാഹനം ഇടാനുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. മീൻപിടിപ്പാറ എന്ന സ്ഥലത്തിന് അത്ര അടുത്തായിട്ട് നമുക്ക് പോകാൻ പറ്റുന്നതാണ്. നമുക്കവിടെ പാസ് ഉണ്ട്. മുതിർന്നവർക്ക് 20 രൂപ പാസും കുട്ടികൾക്ക് 10 രൂപ പാസും. കുട്ടികളെന്ന് പറഞ്ഞാൽ 10 തൊട്ട് 12 വയസ്സിലുള്ള കുട്ടികൾക്കാണ് 10 രൂപ പാസ്. ചെറിയ കുട്ടികൾക്ക് പാസ് ഇല്ല. മുതിർന്നവർക്ക് 20 രൂപ പാസ്, ചെറിയ പാസേ ഉള്ളൂ. പിന്നെ പ്രൊഫഷണലായിട്ടുള്ള ക്യാമറകളൊക്കെ കൊണ്ടുവന്ന് വീഡിയോ എടുക്കുന്നതിന് 200 രൂപ പാസ്സുണ്ട്. നമ്മൾ ഈ പാസ്സൊക്കെ എടുത്തിട്ട് നമ്മൾ ഈ പാർക്കിൻ്റെ അകത്ത് ആദ്യം ചെടി കൊണ്ടുകൊണ്ട് ഒരു കമാനം നമുക്ക് കാണാൻ സാധിക്കും. ഈ കമാനത്തിലൂടെ നമ്മൾ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ കല്ലുകൊണ്ടുള്ള പടവുകളാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കൽപ്പടവുകൾ ഇറങ്ങിയതിന് ശേഷം കല്ലിൻ്റെ ടൈൽ രൂപത്തിലുള്ള കരിങ്കല്ല് പാകിയ ഒരു വഴിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ വഴിയുടെ സമീപത്തെ എല്ലാം ഷോപ്പനകളും ചെടികളും ഒക്കെ നട്ട് നല്ല വൃത്തിയായിട്ടാണ് അവർ സൂക്ഷിച്ചിരിക്കുന്നത്. അതിലെ മുമ്പോട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വഴി നമുക്ക് ഏകദേശം ഒരു 400-500 മീറ്റർ കാണും എന്നാണ് ഏകദേശം ഉദ്ദേശം. കറക്റ്റ് അളവ് അറിയാത്തതുകൊണ്ട് പറയുന്നില്ല എന്നേ ഉള്ളൂ. എന്തായാലും നല്ല ദൂരത്തിലോളം ഈ കരിങ്കൽ പാകിയ വഴിയുണ്ട്. ഇതിൻ്റെ സൈഡിൽ രണ്ട് സൈഡിലും കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയ പാർക്കുകളുണ്ട്. പാർക്കിലുള്ള സിസ്റ്റങ്ങളെല്ലാം ഈ രണ്ട് സൈഡിലും ഉണ്ട്. സൈഡിലെല്ലാം ഷോപ്പനകൾ നട്ടുവെച്ചിട്ടുണ്ട്. അതെല്ലാം മൊത്തത്തിൽ നമ്മളെ നല്ല രീതിയിൽ കാഴ്ചയ്ക്ക് സൗന്ദര്യം തരുന്നതാണ്. അതിനുശേഷം നമ്മൾ ഈ കരിങ്കൽ പാകിയ റോഡിൽ കൂടെ മുമ്പോട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടത് സൈഡായിട്ട് നമ്മൾ പോകുന്ന വഴിക്ക് ഇതിൻ്റെ വലത് സൈഡ് റബ്ബർ തോട്ടമാണ്. ഇടത് സൈഡ് റബ്ബർ തോട്ടവും ഇടത് സൈഡിൽ ആണ് ചോല ഇങ്ങനെ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. ചെറിയൊരു തോട് പോലെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് അവിടുത്തെ ഏറ്റവും ആകർഷണമായ കാര്യവും ആൾക്കാർ കൂടുതൽ പോകുന്നതും അതിന് തന്നെയാണ്. നമ്മൾ ഈ പാർക്കൊക്കെ കണ്ട് മുമ്പോട്ട് നടന്നു കഴിയുമ്പോൾ ഈ റോഡ് മുമ്പോട്ട് നമ്മൾ പോയതിന് ശേഷം ഇട സൈഡിൽ ചോലയും ഇറങ്ങാനുള്ള വഴികൾ, ഇടയ്ക്കിടയ്ക്ക് ഇട സൈഡിലോട്ട് ഇറങ്ങാനുള്ള വഴികളുണ്ട്. പിന്നെ ഇടയ്ക്ക് വലത് സൈഡ് റബ്ബർ തോട്ടമാണ്. അപ്പോൾ ഇടത് സൈഡിൽ ഈ പോകുന്ന വഴിക്ക് തന്നെ 1-2 ഹട്ടുണ്ട് കയറി ഇരിക്കാൻ പറ്റും, സ്റ്റേ ചെയ്യാൻ പറ്റുന്നത്. നമ്മളത് കാണിക്കാത്തത് മറ്റൊന്നുകൊണ്ടല്ല, കൂടുതലും ജോഡികളായിട്ടുള്ള ആൾക്കാർ അവിടെ വന്നിരിപ്പുണ്ട്. അപ്പോൾ അവരെ നമ്മുടെ ക്യാമറയിൽ ചിത്രീകരിക്കേണ്ട എന്ന് വിചാരിച്ചത് കൊണ്ടാണ് നമ്മളത് കാണിക്കാതിരുന്നത്. കാരണം എല്ലാ സീറ്റിലും ഫുള്ളായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പല സീറ്റുകളും കാണിക്കാത്തതും ചോലയിൽ കാണിക്കാത്തതും. ഇത് നല്ല രീതിയിൽ, അതായത് ആൾക്കാർക്ക് ഭയം കൂടാതെ കുളിക്കാവുന്ന രീതിയിലുള്ള വെള്ളമുള്ള സമയത്താണ് ഞാൻ പോയത്. അപ്പോൾ ഈ വലത് സൈഡിലും കാട് പോലെയാണ് തോന്നുന്നതെങ്കിലും കാടല്ല, അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് വീടൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തെങ്കിലും നല്ല ഭംഗിയുള്ള ഒരു പ്രദേശമായിട്ടാണ് ഇത് കാണുന്നത്. കാരണം ഈ തോടിൻ്റെ അങ്ങേറ്റം വരെ ഇങ്ങേറ്റം വരെ കുടുംബമായിട്ട് എല്ലാവരും വന്ന് എൻജോയ് ചെയ്യുന്നുണ്ട്. ഫാമിലിയായിട്ടൊക്കെ വന്ന് കുളിക്കാൻ. കാരണം കൊച്ചു കുട്ടികൾക്കാണെങ്കിലും ഇറങ്ങുന്നതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഈ ഭാഗത്ത് ഉണ്ടാകുന്നില്ല. കാരണം ആഴം ഒന്നുമില്ല. അപ്പോൾ പാറയുടെ പുറത്ത് ഇങ്ങനെ ഇരിക്കുകയും കിടക്കുകയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു ആകർഷണം. അപ്പോൾ ഫോട്ടോഷൂട്ടിനൊക്കെ നിറയെ ആൾക്കാരും ഒക്കെ അവിടെ വരാറുണ്ട്. പിന്നെ ഈ ചോലയിൽ കുളിക്കാനും, കാരണം ചില ഭാഗത്ത് മാത്രമേ ഉള്ളൂ കുഴിയുള്ളത്. അപ്പോൾ ബാക്കി കുളിക്കാനൊക്കെ ആയിട്ട് ധാരാളം ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ മുമ്പോട്ട് കിടക്കുകയാണെങ്കിൽ ഈ കുറേ കാഴ്ചകളോടെ നമുക്ക് തോട്ടൂടെ കാണാൻ പറ്റും. അപ്പോൾ ഒരുപാട് ഫാമിലിയാണ് അവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് പലതും ചിത്രീകരിച്ച് കാണിക്കാത്തത്. പിന്നെ നമ്മൾ മുമ്പോട്ട് കിടക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ദിവസം സമയം ചിലവഴിക്കാനൊക്കെ ഉണ്ട്, ധാരാളം സമയം ചിലവഴിക്കാനുള്ള കാര്യങ്ങൾ അവിടെയുണ്ട്. നമ്മൾ ഈ മുമ്പോട്ട് പോയി ഈ കാടും കാര്യങ്ങളൊക്കെ കാണുവാണെങ്കിൽ ഈ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചതാണ്.
ഈ വെച്ച് പിടിപ്പിച്ച ഈ മരങ്ങളും ഒക്കെ കണ്ട് ഈ തോടിൻ്റെ ഭംഗി ആസ്വദിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. അല്പസമയത്ത് നമ്മൾ ഇത് ആസ്വദിച്ചതിന് ശേഷം മുകളിൽ കയറി കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും പഴയ റോഡിലോട്ട് കയറാൻ പറ്റും. ആ പഴയ റോഡിലോട്ട് കയറി നമ്മൾ മുമ്പോട്ട് പോയി കഴിയുന്നുണ്ടെങ്കിൽ ഷോപ്പനകളും ഈ പാർക്കും കണ്ട് സൈഡിലെല്ലാം ഷോപ്പനകൾ നട്ടുവെച്ചിട്ടുണ്ട്. ഈ ഷോപ്പനകളുടെ എല്ലാം സമീപം ബെഞ്ചുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സിമെൻറ്റിൻ്റെ ബെഞ്ചുകളുണ്ട്. ഇതിലൊക്കെ നിറച്ച് ആൾക്കാർ ഇരുന്നിട്ട് അരുവിയിൽ വെള്ളം പോകുന്ന ആ ശബ്ദങ്ങൾ കേട്ടും കാറ്റ് കിളികളുടെ കരച്ചിലൊക്കെ കേട്ട് കാര്യങ്ങളൊക്കെ പറയാനൊക്കെ ധാരാളം ആൾക്കാർ വന്നിരിപ്പുണ്ട്. കുട്ടികളാണെങ്കിൽ അവിടെ കളിക്കുകയും നല്ല ബഹളവും വെക്കും. അതിനുശേഷം നമ്മൾ ഒരു പാലത്തെ കയറി അപ്പുറത്തോട്ട് ഇറങ്ങുകയാണെങ്കിൽ, ഈ പാലം എന്ന് പറഞ്ഞാൽ തൂക്കുപാലത്തിൻ്റെ രൂപത്തിലുണ്ടാക്കിയിരിക്കുന്ന ഒരു പാലമാണ്. എങ്കിൽ അതൊരു തൂക്കുപാലമല്ല, അത് സിമെൻറ്റ് വെച്ച് നിർമ്മിച്ചതിന് ശേഷം ആംഗ്ലർ വിദ്യ ഉണ്ടാക്കിയതാണ്. പക്ഷേ വലിയ റോപ്പും ഒക്കെ വെച്ചിട്ട് ഒരു തൂക്കുപാലത്തിൻ്റെ കൺസെപ്റ്റിലാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതൊരു മനോഹര കാഴ്ചയാണ്. അപ്പോൾ അവിടെ ഈ വെള്ളം തടങ്ങായിട്ട് കെട്ടി താഴോട്ട് പോകുന്നവരുണ്ട്. അത് കാണാൻ നല്ല ഭംഗിയാണ്. വലിയ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിൽ നമ്മൾ നിൽക്കുന്നതായിട്ടൊരു ഫീലിംഗ് നമുക്ക് തോന്നും. ഈ വെള്ളം കല്ലിലൊക്കെ അടിച്ച് ഇങ്ങനെ പോകുന്നത് കാണുമ്പോൾ അതും ഒരു ഭംഗിയുള്ള കാര്യമാണ്. ഇപ്പോൾ നമ്മൾ പോയ സമയത്ത് അധികം വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം നമ്മൾ ഈ കാഴ്ചകൾ കണ്ട് മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ വലതുവശത്തൂടെയും നമുക്ക് ഈ പാറയുടെ അറ്റത്ത് നിന്ന് അവിടെയും കുളിക്കാൻ സാധിക്കും. ആ ഭാഗത്ത് ഒരല്പം ആഴമുള്ള ഭാഗമുണ്ട്. എന്നാലും ആ നിരപ്പുള്ള ഭാഗത്തെല്ലാം നിറച്ച് ആൾക്കാർ കുളിക്കുന്നുണ്ടായിരുന്നു. അവിടെ തട്ടുതട്ടായിട്ട് കെട്ടിയിട്ട് വെള്ളം ഇങ്ങനെ തട്ടുതട്ടായിട്ട് പോകുമ്പോൾ നല്ല ഭംഗിയാണ്. ശബ്ദവും കേൾക്കാനും ഒക്കെ നല്ല രസമാണ്. അപ്പം നമ്മൾ അതിൻ്റെ കാഴ്ചകളും ഇങ്ങനെ കണ്ട് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ കാര്യം. നമ്മളത് ചോദിച്ചപ്പോൾ തെന്മല ഡാമിൽ നിന്നും വരുന്ന വെള്ളമാണെന്നാണ് അറിയാൻ ചോദിച്ചത്. തെന്മല ഡാമിൽ നിന്നും അക്കോഡേറ്റ് വഴി വരുന്ന വെള്ളമാണ് ഇതിലെ കാണുന്നത്. അതുകൊണ്ട് എല്ലാ സമയത്തും ഒരു നിശ്ചിത അളവിൽ വെള്ളം അവിടെ ഉണ്ടായിരിക്കും. മീൻപിടിപ്പാറ എന്നുള്ള പേരാണ് അവിടെ ഉള്ളത്. മീൻപിടിപ്പാറ എന്നുള്ള പേര് കിട്ടിയിട്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല. എങ്കിൽ തന്നെയും കാഴ്ചയിൽ ഇതെല്ലാം മനോഹരമാണ്. നമ്മൾ ഈ കാഴ്ചകൾ കണ്ടിട്ട് അങ്ങറ്റത്ത് പോയി കഴിഞ്ഞാൽ അത് സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് മീൻ ഇരിക്കുന്നത്. നമ്മൾ ഈ മീനിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ മീനെ ഒരു ചൂണ്ടയിൽ കൊളുത്തിയിട്ടിരിക്കുന്ന ഒരു വലിയ പ്രതിമയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതും നല്ലൊരു ഭംഗിയാണ് കാണാൻ. നല്ല വലുപ്പത്തിൽ തന്നെ അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ കയറി വരുന്ന വഴിക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെയെല്ലാം നിറച്ച് ആൾക്കാർക്ക് ഇറങ്ങാൻ സാധിക്കുന്നുണ്ട്. എല്ലായിടത്തും കയറാനും ഇറങ്ങാനുള്ള സ്റ്റെപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇത് സർക്കാരിൻ്റെ സംവിധാനത്തിൽ ഓടുന്നതാണ്. അപ്പോൾ ജില്ലാ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു പാർക്കാണ്. നന്നായിട്ട് അവിടെ മെയിൻ്റെനൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാഴ്ചകളും കണ്ട് ഇതൊക്കെ കാണുമ്പോൾ നല്ലത് തന്നെയാണ്. കാരണം നമുക്കിവിടെ കുട്ടികളും ഫാമിലിയായിട്ട് പോകാൻ സമാധാനപരമായിട്ട് ഇരിക്കാനും ബഹളമൊന്നും ഉണ്ടാക്കാതിരിക്കാനും ഒക്കെ നല്ലൊരു സ്ഥലമാണ്. പിന്നെ കുട്ടികളെയും കൊണ്ടൊക്കെ പോകുമ്പോൾ നമുക്ക് വലിയ ചിലവൊന്നും ഉണ്ടാകത്തില്ല. ഇവിടെ ഈ പാസിൻ്റെ ചിലവ് ഒഴിച്ചാൽ ആകെ മിൽമയുടെ ഒരു ഒരു കട മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അധികം ചിലവ് കുട്ടികളെ കൊണ്ട് പോയി ഉണ്ടാകത്തില്ല. മിൽമ ഷോപ്പിൽ നിന്ന് ചെറിയ പർച്ചേസൊക്കെ നടത്തി വെള്ളമൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് നമുക്ക് മടങ്ങാവുന്നതാണ്. ഒരു ദിവസം ചിലവഴിക്കാനെ കൊണ്ട് നല്ലൊരു സ്ഥലമാണ് കുടുംബമായിട്ട് പോകാൻ. കാരണം കൊട്ടാരക്കര ക്ഷേത്രത്തിലൊക്കെ വരുന്നവർക്ക് അവിടെ 2 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഈ സ്ഥലത്ത് ഒരു ദിവസം വലിയ ചിലവില്ലാതെ ചിലവഴിക്കാൻ പറ്റുന്ന നല്ലൊരു എൻ്റർടൈൻ തരുന്നൊരു സ്ഥലമാണ് ഇത്. ഇത് സന്ദർശിച്ചതിൽ ഞാൻ ഹാപ്പിയാണ്. നിങ്ങളെ കാണിക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഞാനിത് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ കാഴ്ചകളെല്ലാം കണ്ട് മടങ്ങാൻ തീരുമാനിച്ചായിരുന്നു. നമ്മൾ ഈ കാഴ്ചകളെ കണ്ട് അവിടുന്ന് തിരിച്ചു പോന്നു. കാരണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും വേണം. പിന്നെ ഇതുപോലുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങൾ പരിചയപ്പെടുത്തുന്നവർ നിങ്ങൾ കമൻറ്റിൽ അറിയിച്ചു കഴിഞ്ഞാൽ നമ്മളത് ചിത്രീകരിച്ച് ഇത് കാണാത്തവർക്ക് കാണിക്കുന്നതിന് വേണ്ടി നമ്മൾ ശ്രമിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞു സ്ഥലങ്ങൾ, നമ്മുടെ സമീപ പ്രദേശത്തുള്ള കുഞ്ഞു സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അത് അറിയപ്പെടാത്ത സ്ഥലങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ നമ്മളെ അറിയിച്ചാൽ നമുക്കത് മറ്റുള്ളവരെയും കൂടെ അറിയിക്കാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് മീനിൻ്റെ ചൂണ്ടയിൽ കൊടുത്തിരിക്കുന്ന കാഴ്ചയാണ്. നിങ്ങളത് കണ്ടെന്ന് വിചാരിക്കുന്നു. ഈ കാഴ്ചയും കണ്ട് നമ്മൾ മടങ്ങിയാണ്. എൻ്റെ വീഡിയോ കണ്ട് എല്ലാവർക്കും എൻ്റെ നന്ദി.